ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മെയ് മാസത്തെ ഫലമാണ് പറയുന്നത്. മെയ് മാസത്തിൽ മീനക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. മീനക്കൂറ് എന്ന് പറയുമ്പോൾ തന്നെ പൂരോരട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും കൂടി ചേരുന്ന ഒരു രാശിയാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് ജന്മത്തിൽ തന്നെ ശുക്രനും ബുധനും ശനിയും രാഹുവും 2-ൽ സൂര്യനും 3-ൽ വ്യാഴവും 5-ൽ ചൊവ്വയും 7-ൽ രാഹുവാണ്. ഭയങ്കര ദോഷകരമായിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. വളരെ സൂക്ഷ്മത കൈവരിക്കണം എന്ന് തന്നെ പറയാനുണ്ട്. ജന്മശനി, കണ്ടകശനി, 7-ര ശനി എന്നിവ ഒന്നിച്ച് ആക്രമിക്കുന്ന ഒരു സ്വഭാവ രീതിയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല, വളരെ ശ്രദ്ധ വേണം. ജാതകത്തിൽ വളരെ അനുകൂലം, നിങ്ങൾ തീർച്ചയായിട്ടും ജാതകം പരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജാതകത്തിൽ കൂടി അസഹ്യമായിട്ടുള്ള അവസ്ഥയാണെങ്കിൽ എന്തൊക്കെ ആപത്തുകൾ പെട്ടെന്ന് വരുന്നുള്ളതെന്ന് പറയാൻ പറ്റില്ല. അത്രത്തോളം ഉള്ള ഒരു ഇതാണ് കാണുന്നത്. ജന്മശനി, ജന്മകണ്ടകശനി, അതുപോലെ തന്നെ 7-ര ശനി, ജന്മത്തിൽ രാഹു എന്നിവയെല്ലാം വളരെ ദോഷകരമായിട്ടാണ് ചിന്തിക്കുന്നത്. വ്യാഴം 3-ാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ മാരകപരമായിട്ടുള്ള ദോഷമാണ്. 4-ൽ വന്നാലും അനുകൂല സ്ഥിതിയിൽ കേന്ദ്രസ്ഥാനമാണ് 4-ാം ഭാവം. ജാതകത്തിൽ 4-ാം ഭാവത്തിലാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ചാരവസ 4-ാം ഭാവത്തിന് വന്നാൽ നാട് ചുറ്റം മുഴുവൻ നടക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. കാരണം 4-ാം ഭാവമായിട്ടുള്ള മാതാസുഖർ മാതൃഭാവം ക്ഷേത്രം സുഖം അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു ശ്ലോകം തന്നെ പറയാനുണ്ട്. അങ്ങനെ ഒരു സുഖം കിട്ടില്ല. മാതാവിന് അസുഖങ്ങളുണ്ടാവും, ആശുപത്രി മാസങ്ങളുണ്ടാവും, ദേഹസംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ടാവും, മാനസിക പീഡനങ്ങളുണ്ടാവും, മരണഭയങ്ങളുണ്ടാവും. അവനവന് വേണ്ടപ്പെട്ടവർക്കൊക്കെ ദുഃഖിതങ്ങൾ വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ബുദ്ധികളൊന്നും ശരിയായിരിക്കണമെന്നില്ല, പക്ഷെ മറ്റുള്ളവരുടെ ബുദ്ധി സ്വീകരിക്കുകയില്ല എന്നാണ് ഇതിൽ പറയാനുള്ളത്. അത്രത്തോളം മോശമായിട്ടുള്ള സമയത്തിലൂടെയാണ് നടന്നു വന്നത്. ഇതിൽ പ്രഗത്ഭരായിട്ടുള്ള സിനിമാ നടന്മാരെ കൊണ്ട് ആ സിനിമാ നടന്മാരെ കുറിച്ച് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ വേണ്ട, കുറച്ചുകൂടി കഴിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കെല്ലാം വന്നിട്ട് സാഹസികപരമായിട്ടുള്ള രംഗങ്ങളും ചിത്രീകരിക്കുന്ന രംഗങ്ങളിലെല്ലാം വരുവാനും അനാരോഗ്യ പ്രശ്നങ്ങൾ വരുവാനും അപമാനങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം ഞാൻ പിന്നീട് പറയാവുന്നതാണ്. 7-ാം ഭാവത്തിൽ കേതു നിൽക്കുന്ന വളരെ മോശമായിട്ടുള്ള ഉദ്ദിഷ്ട കാര്യങ്ങൾ ഒന്നും നടക്കില്ല. എല്ലാം നടക്കും എന്ന് ചിന്തിച്ച് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ വെറും പാഴ്വാഴ്ക്കായി പോകും. മാനഹാനി സംഭവിക്കാൻ ഘടകങ്ങളുണ്ട്. അതുപോലെ തന്നെ ജനസമൂഹത്തിൽ വഷളാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പോലീസ് കേസ് വഴക്കുകളിൽ പെട്ട് തിരിഞ്ഞ് വരാനുള്ള സാധ്യതകളുണ്ട്. ആക്സിഡൻറ്റുകളെല്ലാം വരുവാനുള്ള സാധ്യതയുണ്ട്. രാത്രി യാത്ര തീർച്ചയായിട്ടും ഒഴിവാക്കണം. ശാസ്താഭജനം തീർച്ചയായിട്ടും വേണം. അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ ശാസ്താ ക്ഷേത്രത്തിലോ പോയി 10 മിനിറ്റ് നേരം ഭജന ഇരിക്കുക. ശനിയാഴ്ചയോ അല്ലെങ്കിൽ ഏത് ദിവസമാണെങ്കിലും കുഴപ്പമില്ല. 10 മിനിറ്റ് നേരം നിൽക്കുക. എല്ലാ ദിവസവും ഇരുന്നില്ലെങ്കിലും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇരുന്നേ മതിയാകൂ എന്നുള്ളതാണ് പറയാവുന്നത്. കാരണം അത്രത്തോളം ദോഷഹിതമായിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് മീനൻ രാശിക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജാതകത്തിൽ ബലവാനായിട്ടുള്ള ദശാകാലങ്ങൾ നടക്കുകയാണെങ്കിൽ മാത്രമേ ഈ ദോഷാഹിതങ്ങൾ കുറഞ്ഞു വരുവാനുള്ള സാധ്യതകളുള്ളൂ. അല്ലെങ്കിൽ വളരെ കൂടുതലായിട്ട് വരുവാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങളെല്ലാം വഴിതെറ്റി നടക്കുന്ന അവസ്ഥകളുണ്ടാകും. സന്താനങ്ങൾ ആപത്തുകളിൽ വന്ന് പെടുവാനുള്ള സാധ്യതകളുണ്ടാകും. സഹോദരങ്ങൾ തമ്മിൽ വളരെ കലഹങ്ങളുണ്ടാകും. ഉറ്റ ഫ്രണ്ട്സുകളുമായിട്ട് അകന്നു പോകേണ്ട അവസ്ഥകളുണ്ടാവും. അതുപോലെ തന്നെ ഉദ്ദിഷ്ട കാര്യങ്ങൾ, മംഗളകർമ്മങ്ങളടക്കം മുടങ്ങിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹിച്ച് പിരിയാനുള്ള സാധ്യതകളുണ്ട്. അവരവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ആപത്ത് വരുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മീനൻ രാശിക്കാർക്ക് പ്രത്യേകിച്ച് വഴിപാട് പലതും ചെയ്യാനുണ്ട്. ശാസ്താവിന് നീരാഞ്ജന വഴിപാട്, എള്ള് തിരി അല്ലെങ്കിൽ എള്ള് പായസം അല്ലെങ്കിൽ നെയ്വിളക്കും നീരാഞ്ജനവും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു പരിഹാരമാണ്. അതുപോലെ തന്നെ ശിവലിംഗം ധാരാവിളക്ക് മാല എന്നിവയും, ഭഗവതി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, ഭാഗ്യസൂക്തം എന്നിവയും, ഗണപതിക്ക് കറുകമാല എന്നിവയെല്ലാം മാസത്തിൽ ഒരു പ്രാവശ്യം എല്ലായ്പ്പോഴും ചെയ്തു വരുന്നത് വളരെ ഉപകാരമായിരിക്കും. ആഴ്ചയിൽ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. അതായത് അവനവന് തോന്നും നമ്മുടെ സമയം ശരിയാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള തിരിച്ചറിവ് സ്വമേധയാ, അതായത് അനുഭവത്തിലൂടെ മനസ്സിലാവും എന്നാണ് പറയാനുള്ളത്. അത് കാരണം പുതിയൊരു തൊഴിൽ രംഗം ഒരിക്കലും തുടങ്ങരുത്.
പണം മുടക്കി ഒരു തൊഴിലിനും മുടക്കരുത്. വിദേശ സംബന്ധമായിട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി യാതൊരു വിധത്തിലുള്ള ഏജന്റുമാരിൽ പോയി പെട്ടുകഴിഞ്ഞാൽ ചതിക്കപ്പെടും എന്നുള്ള യാതൊരു സംശയമില്ല. സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വൻകിട നഷ്ടങ്ങളും വൻകിട ദോഷങ്ങളും വൻകിട കടബാധ്യതകളും സ്മഗ്ലിംഗ് സംബന്ധമായിട്ടുള്ള പിടിക്കപ്പെടലുകളും ലോബികളും അതുപോലെ തന്നെ ഗവേഷണ സംബന്ധമായിട്ടുള്ള പലവിധ ഗവേഷണങ്ങളിൽ നടത്തി പാഴായി പോവുകയും ഗവേഷണപരമായിട്ടുള്ള നേതൃത്വപ്പെട്ടിരിക്കുന്ന ഈ രാഷ്ട്രീയക്കാർക്കെല്ലാം വളരെ ദോഷകരമായിട്ട് വരികയും ഡോക്ടർമാർക്കെല്ലാം അബദ്ധങ്ങൾ പറ്റി മരണാന്തര ശുശ്രൂഷകൾ ചെയ്യുന്നതിൽ അബദ്ധം പറ്റി മരുന്ന് മാറ്റി കൊടുക്കുന്ന രീതികൾ വരും. അതുപോലെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയ്യബദ്ധങ്ങൾ പറ്റുവാനുള്ള സാധ്യതയുണ്ട്. അലോപ്പതിയാണ് മെഡിസിൻ സംബന്ധമായിട്ടും മെഡിസിൻ കണ്ടുപിടിക്കുന്നതിൽ പാഴ്ചകൾ പറ്റും. അത് കാരണം അനാരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. രോഗികളായിട്ട് തെറ്റാനുള്ളതുണ്ട്. ജനങ്ങളായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വരാനുണ്ട്. ജനസമ്മതിയിൽ മാനക്കേട് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയക്കാർക്കാണെങ്കിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല. വളരെ സമയദോഷങ്ങളായിരുന്നു. അവരൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിനെ 10 വാക്കായിട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാക്കും എന്നാണ് പറയുന്നത്. സിനിമാ നിർമ്മാതാക്കൾ വളരെ ശ്രദ്ധിക്കണം. മിണ്ടാതിരുന്നാലും കുഴപ്പമില്ല, പ്രൊഡ്യൂസർ ചെയ്യരുത്. അങ്ങനെ പ്രൊഡ്യൂസർ ചെയ്യുകയാണെങ്കിൽ ജാതകം വളരെ പരിശോധിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത്. വ്യാഴത്തിങ്കൽ പരിഹാരം തീർച്ചയായും മഹാവിഷ്ണുവെങ്കിൽ പരിഹാരം ചെയ്യാൻ ഗുരുവായൂർ ദർശനം പറ്റുകയാണെങ്കിൽ ചെയ്യുക. അല്ലെങ്കിൽ അടുത്തുള്ള മഹാവിഷ്ണു പ്രതിഷ്ഠിതപരമായിട്ടുള്ള മഹാവിഷ്ണു ക്ഷേത്രം, പുരാതനപരമായിട്ടുള്ള മഹാവിഷ്ണു ക്ഷേത്രങ്ങളോ ക്ഷേത്ര ദർശനം നടത്തി അവിടുത്തെ പരിഹാരങ്ങൾ വഴിപാടുകൾ നടത്തുക. സഹസ്രനാമാർച്ചന, പാൽപ്പായസം, നിവേദ്യം, തുളസിമാല, മഞ്ഞപ്പെട്ട അങ്ങനെ പലവിധ പരിഹാരങ്ങൾ. നിത്യപൂജയുണ്ട്, വന്ധ്യപൂജയുണ്ട്, ത്രികാല പൂജയുണ്ട്, ഒരു ദിവസത്തെ പൂജയുണ്ട്. അങ്ങനെ പലവിധ പരിഹാരങ്ങളുണ്ട്. അവരവർക്ക് ഇഷ്ടപ്രകാരമുള്ള പരിഹാരങ്ങൾ നടത്തി വരുന്നത് മൂലം ദോഷഗീതങ്ങൾ കുറഞ്ഞു വരും എന്നാണ് പറയുന്നത്. നമസ്കാരം.